ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ ക്രീമി ക്രിസ്റ്റൽ പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ക്രീമി പുഡിങ്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. ഇൻഷാല്ലാ നോമ്പാണ് വരുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഇളനീർ ക്രീമി ക്രിസ്റ്റൽ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു ഇളനീർ എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ. അപ്പോൾ ഈ ഒരു ഇളനീർ പുഡിങ്ങിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഇളയ ഇളനീർ തന്നെ നോക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ. കാമ്പ് കട്ടി കൂടിപ്പോയത് എടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം പൊതിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കാമ്പും വെള്ളമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇളനീരിന്റെ പൾപ്പൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു പൾപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 6 ഏലക്ക ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് പാൽപ്പൊടിയും ചേർക്കാം, കുറച്ച് മിൽക്ക് മെയ്ഡും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പാൽപ്പൊടിയും വിപ്പിംഗ് ക്രീമും ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അപ്പൊ ഇതേ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എടുക്കുന്ന വെള്ളം ഇളനീറിന്റെ വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇളനീറിന്റെ വെള്ളം തന്നെ വെച്ച് കുതിർത്തിയെടുക്കാം കേട്ടോ. അടുത്തത് ഇനി മാറ്റി വെച്ചിട്ടുള്ള ഇളനീർ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇളനീർ വെള്ളം അളന്നപ്പം ഈ ഒരു കപ്പിന് 3.5 കപ്പ് വെള്ളം ഉണ്ടായിരുന്നേ. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് ചൈന ഗ്രാസ് ഒന്ന് കുതിർക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഇളനീർ വെള്ളമാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1-2 ഏലക്കായ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പൾപ്പിലിട്ടത് കൊണ്ട് ഇതിലിടുന്നില്ല എന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ ചൈന ഗ്രാസും കൂടെ തന്നെ മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സിമ്മിലിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പൊ ഇതേ കൂടെ തന്നെ നമ്മുടെ ഇളനീർ വെള്ളവും തിളച്ചു വന്നിട്ടുണ്ട്. കൂടെ തന്നെ ചൈന ഗ്രാസും മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളനീർ വെള്ളത്തിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഈ ഒരു ഇളനീരിന്റെ വെള്ളം നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എന്നിട്ട് വേണം കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാൻ. അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ഒരു 2 പാക്കറ്റ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതേ ഇളനീർ വെള്ളം നല്ല ജെല്ലി ടൈപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി തിളപ്പിച്ചാറിയ ഈ ഒരു പാലിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഇളനീരിന്റെ പൾപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ടൈമിൽ മധുരം ഒന്ന് നോക്കിയിട്ട് പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ഇട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. മധുരം കുറച്ച് മുന്നിൽ തന്നെ നിൽക്കണേ, കാരണം തണുപ്പിച്ചിട്ട് കഴിക്കാനുള്ളതായതുകൊണ്ട് മധുരം കുറച്ച് തന്നെ വേണം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള ഇളനീർ ജെല്ലി പുഡിങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ കുറച്ച് കസ്കസും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ബദാം സ്ലൈസ് ആക്കിയതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ ക്രീമി ക്രിസ്റ്റൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീമി പുഡിങ് നമുക്ക് 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇനി ഇതുപോലത്തെ ഓരോ സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ്. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, ഇൻഷാല്ലാ റമളാനാണ് വരുന്നത്. വേഗം തന്നെ ഉണ്ടാക്കി കഴിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ, താങ്ക് യു.